KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഏക സിവിൽ കോഡ് ഹർജി തള്ളിയ സുപ്രീംകോടതി വിധിയെ സമസ്ത മുശാവറ സ്വാഗതം ചെയ്തു. സോളാർ കേസ് CD കണ്ടെടുക്കാൻ ബിജുവിനെയുമായി പോലീസ് സംഘം പുറപ്പെട്ടു. CD-യുള്ളത് കോയമ്പത്തൂരിലെന്ന സൂചന. DGP ജേക്കബ് തോമസിനെതിരെ വിമർശനവുമായി സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ. കണ്ണൂർ വിമാനത്താവളം പ്രഖ്യാപിത തീയതിക്ക് ഇനി 21 ദിവസം മാത്രം. പരീക്ഷണ വിമാനമിറക്കൽ നീട്ടാൻ നീക്കം. മടവൂർ CM സെന്ററിൽ മിഷൻ ഓൺ ട്രാക്ക് ഈ മാസം 19 മുതൽ 21 വരെ. പ്രാപഞ്ചിക സ്നേഹം സൂഫിസത്തിന്റെ അടിത്തറയെന്ന് ഡോക്ടർ എറിക് വെങ്കിൾ. ലിംഗസമത്വവും മാധ്യമ നൈതികതയും ചൂടേറിയ വാദങ്ങളുമായി കലാലയം സംവാദം. SYS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിൻ ഉദ്ഘാടനം ഈ മാസം 12-ന്. ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ തന്റെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്ന CD കണ്ടെടുക്കാൻ ബിജുവിനെയുമായി പോലീസ് സംഘം പുറപ്പെട്ടു. പോകുന്നത് എങ്ങോട്ടാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. CD-യുള്ളത് തമിഴ്നാട്ടിലാണെന്ന് സൂചനയുണ്ട്. കോയമ്പത്തൂരിലോ നാഗർകോവിലിലോ ആകാമെന്നും അനുമാനിക്കുന്നുണ്ട്. പാലക്കാട്, കോയമ്പത്തൂർ ഭാഗങ്ങളിൽ മുമ്പ് ബിജു ഒളിവിൽ കഴിഞ്ഞിരുന്നു. CD ഹാജരാക്കാൻ 10 മണിക്കൂർ വേണമെന്ന് രാവിലെ സോളാർ കമ്മീഷനോട് ബിജു ആവശ്യപ്പെട്ടിരുന്നു. CD മറ്റൊരാളുടെ കയ്യിൽ കേരളത്തിന് പുറത്താണെന്നും ഇത് എത്തിക്കാൻ സമയം അനുവദിക്കണമെന്നും ബിജു ആവശ്യപ്പെട്ടു. CD-ക്ക് 3 പകർപ്പുണ്ടെന്നും ഇയാൾ മൊഴി നൽകി. ബിജുവിന്റെ ആവശ്യം പരിഗണിച്ച് CD കണ്ടെടുക്കാൻ ബിജുവിനെ പറയുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ സോളാർ കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് വൈകിട്ട് 3:45 ബിജുവിനെയുമായി പോലീസ് സംഘം പുറപ്പെട്ടു. ബിജു അടക്കം 6 അംഗ സംഘമാണ് CD കൊണ്ടുവരാൻ പോകുന്നത്. കമ്മീഷൻ അഭിഭാഷകൻ അടക്കം 3 കമ്മീഷൻ അംഗങ്ങളും പോലീസുകാരുമാണ് സംഘത്തിലുള്ളത്. ബിജുവിന് പൂർണ്ണ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ തെളിവുകൾ ഇന്ന് ഹാജരാക്കണമെന്നാണ് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ബിജു രാധാകൃഷ്ണന് നൽകിയ നിർദ്ദേശം. ഇന്ന് ഹാജരാകുമ്പോൾ നേരത്തെ നൽകിയ മൊഴി മാറ്റിയാലുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് തന്റെ അഭിഭാഷകനോട് ബിജു ഉപദേശം തേടിയതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. രശ്മി വധക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ബിജുവിന് ഇതിലും കൂടുതൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയില്ല. ഇതിനാൽ മൊഴി മാറ്റി പറഞ്ഞാലും കുഴപ്പമില്ലെന്നാണ് ബിജുവിന് ലഭിച്ചിരുന്ന നിയമോപദേശം. എന്നാൽ കമ്മീഷന് മുന്നിൽ ബിജു മൊഴിയിൽ ഉറച്ചുനിന്ന് കൂടുതൽ സമയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. DGP ജേക്കബ് തോമസിനെതിരെ വിമർശവുമായി സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ. തനിക്കൊഴികെ മറ്റെല്ലാവർക്കും നിയമം ബാധകമാണെന്ന കാപട്യമാണ് ജേക്കബ് തോമസിനെന്ന് അദ്ദേഹം വിമർശിച്ചു. ജീവിതത്തിൽ പകർത്താത്ത കാര്യങ്ങൾ പ്രസംഗിച്ചു നടക്കുകയാണ് അദ്ദേഹം. ജേക്കബ് തോമസിന്റെ പല രഹസ്യങ്ങളും തനിക്കറിയാം, പക്ഷേ അതൊന്നും പുറത്തു പറയുന്നില്ലെന്നും സെൻകുമാർ പറഞ്ഞു. തനിക്കെതിരെയും പലപ്പോഴും നടപടികളുണ്ടായിട്ടുണ്ട്. അന്നൊന്നും താൻ മന്ത്രിമാർക്കെതിരെ തിരിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളം പ്രഖ്യാപിത തീയതിക്ക് ഇനി 21 ദിവസം. പരീക്ഷണ വിമാനമിറക്കൽ നീട്ടാൻ നീക്കം. വിശദമായ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ചു പ്രഖ്യാപിച്ച ഡിസംബർ 31-ന്റെ പരീക്ഷണ വിമാനമിറക്കൽ ജനുവരിയിലേക്ക് മാറ്റാൻ നീക്കമുള്ളതായി സൂചന. പ്രഖ്യാപിത പരീക്ഷണ പറക്കൽ തീയതിക്ക് 21 ദിവസം മാത്രം അവശേഷിക്കെ പദ്ധതി പ്രദേശത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടും പരീക്ഷണ വിമാനമിറക്കൽ ജനുവരിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടത്തിനാണെന്നാണ് വിലയിരുത്തുന്നത്. ഡിസംബർ 31-ന് വിമാനമിറക്കുമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിവിധ മന്ത്രിമാർ നിരവധി തവണ പറഞ്ഞിരുന്നെങ്കിലും നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ശേഷം ഇന്നലെ ക്യാബിനറ്റ് യോഗം ചേർന്നിട്ടും സർക്കാർ ഔദ്യോഗികമായി ഈ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ജനുവരിയിൽ പരീക്ഷണ പറക്കൽ നടത്താനാണ് അനൌദ്യോഗികമായി തീരുമാനിച്ചതെന്നറിയുന്നു. ഡിസംബർ 31-ന് 2400 മീറ്റർ റൺവേയിൽ പരീക്ഷണ വിമാനമിറക്കാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കെയാണ് തീയതി മാറ്റാനുള്ള നീക്കം നടക്കുന്നത്. ഇതുവഴി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുമെന്നാണ് ചില UDF നേതാക്കളുടെ വിലയിരുത്തൽ. കണ്ണൂർ
വിമാനത്താവള പദ്ധതി പ്രദേശത്ത് സ്ഫോടനത്തോടെയുള്ള ഖനനം വഴി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ ശക്തമായ വേരോട്ടമുള്ള സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കിയാലിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ നടന്നിരുന്നു. പദ്ധതി പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയപ്പോൾ വകുപ്പ് മന്ത്രി കെ ബാബു സമരവും മറ്റും വഴി 63 പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടപ്പെട്ടതായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ടീച്ചർ MP, EP ജയരാജൻ MLA എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പ്രസ്താവന. ഇതോടെ അപൂർവം ചിലരെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കാൻ സിപിഎം ശ്രമിച്ചുവെന്ന് പ്രചരിപ്പിച്ചു. പദ്ധതി പ്രദേശത്ത് പ്രവർത്തന നഷ്ടം സംഭവിച്ചതായി പറഞ്ഞ് പരീക്ഷണ പറക്കൽ തീയതി മാറ്റുന്നത് ഐക്യമുന്നണിക്ക് കൂടുതൽ ഗുണകരമാവുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അത് മുന്നിൽ കണ്ടാണ് സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും നടത്താത്തതെന്ന് ആരോപണമുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. കേരളത്തിന്റെ നഗരവികസനത്തിനായി 580 കോടി രൂപ അനുവദിക്കുമെന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി വെങ്കയ്യ നായിഡു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു നായിഡു. ഭവന നിർമ്മാണ പദ്ധതികൾ ഉൾപ്പെടെ കേന്ദ്ര ഫണ്ട് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കും. സ്മാർട്ട് സിറ്റി പദ്ധതികൾ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ കാക്കനാട് വരെ നീട്ടുന്ന കാര്യം പരിഗണിക്കും. ഗുരുവായൂരിനെയും കണ്ണൂരിനെയും അമൃതനഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പദ്ധതികൾക്കായി അടുത്ത ബജറ്റിൽ കൂടുതൽ പണം അനുവദിക്കും. രാഷ്ട്രീയ പരിഗണനകൾക്കതീതമായി കേരളത്തിന് സാധ്യമായ സഹായങ്ങളെല്ലാം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഗൾഫ് വാർത്തകൾ. UAE-യിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വിശിഷ്ടമായ നേതൃമികവും ആശയങ്ങളും നൽകിയതിന് UAE ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് അൽ നഹ്യാനെ കൈറോ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അറബ് തോട്ട് ഫൌണ്ടേഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. മുൻ വർഷങ്ങളിലെ ആഘോഷവേളകളെ അപേക്ഷിച്ച് 44ാം ദേശീയ ദിനാഘോഷ ദിനങ്ങളിൽ ഗതാഗതക്കുരുക്കും നിയമലംഘനങ്ങളും ഗണ്യമായി കുറഞ്ഞതായി അബുദാബി ട്രാഫിക് വിഭാഗം വ്യക്തമാക്കി. ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച മുഴുവൻ പൊതുജനങ്ങൾക്കും അബുദാബി ട്രാഫിക് ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഹുസൈൻ അഹമ്മദ് അൽ ഹാരിസി നന്ദി അറിയിച്ചു. ജനുവരി മുതൽ നവംബർ വരെയുള്ള 11 മാസങ്ങൾക്കിടയിൽ വിവിധ ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 52,000 വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയതായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അടുത്ത വർഷം മുതൽ 3.5% പ്രതീക്ഷിക്കുന്നതായി സാമ്പത്തികകാര്യമന്ത്രി എഞ്ചിനീയർ സുൽത്താൻ ബിൻ സായിദ് അൽ മൻസൂരി പ്രസ്താവിച്ചു. ദുബായ്, അബുദാബി സാമ്പത്തിക വികസന വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിച്ച UAE സാമ്പത്തിക ഫോറം 2016 സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അൽ മൻസൂരി. അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ കാൽവെപ്പായിരിക്കും ഈ സന്ദർശനത്തോടെ. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ പാർലമെന്റിനും കേന്ദ്ര ഭരണകൂടത്തിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ബിജെപി നേതാവ് നൽകിയ ഹർജി തള്ളിയ സുപ്രീംകോടതി വിധിയെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ സ്വാഗതം ചെയ്തു. പൌരന്മാർക്ക് അവരവരുടെ വിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെയാണ് ചിലർ അടിക്കടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് കടുത്ത അസഹിഷ്ണുത നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കോടതി പരാമർശങ്ങൾക്ക് പ്രസക്തിയുണ്ട്. മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തിന് പരിഹാരം കാണാൻ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന വാദവുമായി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരുമല്ല ഹർജിയുമായി എത്തിയതെന്ന് നിരീക്ഷിച്ച് തള്ളിയ സുപ്രീംകോടതി ബെഞ്ചിന്റെ തീർപ്പിന് ഏറെ മാനങ്ങളുണ്ടെന്ന് മുശാവറ വിലയിരുത്തി. പല പ്രാവശ്യം തീർപ്പ് കൽപ്പിച്ച പ്രശ്നങ്ങളിൽ വീണ്ടും വ്യവഹാരങ്ങളുമായി എത്തിയാൽ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന കോടതിയുടെ മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ്. രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിച്ചു മുന്നോട്ട് നയിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടെന്നും മതന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ തീർത്ത് രാജ്യത്തിന്റെ ഭരണഘടനയും മതേതര മാനവും സംരക്ഷിക്കണമെന്നും മുശാവറ ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, N അലി മുസ്ലിയാർ, ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സർവലൗകിക സ്നേഹമാണ് ഇസ്ലാമിക ആധ്യാത്മികതയുടെ അടിത്തറയെന്നും പരസ്പരം സഹിക്കുകയെന്നതിനപ്പുറം സ്നേഹിക്കുകയെന്നതാണ് കാലത്തിന്റെ സൂഫിസത്തിന്റെ വഴിയെന്നും ഡോക്ടർ എറിക് ഷുഐബ് വിങ്കിൾ അഭിപ്രായപ്പെട്ടു. മഅദിൻ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷമായ വൈസനീയത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മഹബ്ബ കോൺഫറൻസിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സൂഫിസം ഒരു സാങ്കല്പിക പദ്ധതിയല്ല, വർത്തമാനകാലത്തും പ്രസക്തമായ ആത്മശുദ്ധീകരണത്തിന്റെ മാർഗമാണ്. വഴിതെറ്റാത്ത രേഖകളിലൂടെ അള്ളാഹുവിനെ അറിയുകയും സഹജീവികളെ മുൻധാരണകളില്ലാതെ സ്നേഹിക്കുകയും ചെയ്യുകയാണ് സൂഫിസത്തിന്റെ സത്ത. ചരിത്രത്തെ പ്രശോഭിതമാക്കിയ ആധ്യാത്മ വഴികളെയും നേതാക്കളെയും അറിയുകയാണ് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള മാർഗമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മലപ്പുറം കോട്ടക്കുന്ന് DTPC ഹാളിൽ നടന്ന ചടങ്ങിൽ മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം ബാഖവി മേൽമുറി, അബൂബക്കർ സഖാഫി, TV അബ്ദുറഹ്മാൻ, ഡോക്ടർ RSN കുട്ടി, അബ്ദുൽ ജലീൽ സഖാഫി, അബ്ബാസ് പനക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇസ്ലാമിലെ ആധ്യാത്മ മാർഗത്തെപ്പറ്റി 10, 11, 16, 17, 18 തീയതികളിലും ഡോക്ടർ എറിക് വിങ്കിളിന്റെ പ്രഭാഷണം മഅദിൻ ക്യാമ്പസിൽ നടക്കും. മഹബ്ബ കോൺഫറൻസിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ആത്മീയ സമ്മേളനത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിയോടെ തിരുനബി സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നായ ഷമാഇൽ തുർമുദിയെ അടിസ്ഥാനമാക്കിയുള്ള ഹദീസ് പണ്ഡിത സംഗമം നടന്നു. 7:30 പൊതുസമ്മേളനം ആരംഭിക്കും. അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് തലവനും ബ്രിട്ടൻ, സൌത്ത് ആഫ്രിക്ക, കാനഡ എന്നീ രാജ്യങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള പ്ലാനറ്റ് മേഴ്സി സ്ഥാപകനുമായ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് യഹ്യ നിനോവി ഉദ്ഘാടനം ചെയ്യും. UK, ഹോങ്കോങ്, മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് സൌഹൃദ പ്രതിനിധികൾ സംബന്ധിക്കും. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, ഡോക്ടർ എറിക് ഷുഐബ് വിങ്കിൾ, വയനാട് ഹസൻ മുസ്ലിയാർ, N അലി മുസ്ലിയാർ കുമരംപുത്തൂർ, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. മടവൂർ CM സെന്ററിൽ സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഡിസംബർ 19, 20, 21 തീയതികളിൽ മിഷൻസ് ഓൺ ട്രാക്ക് എന്ന പേരിൽ വിവിധ പരിപാടികൾ നടക്കുന്നു. 19-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സനദ് ദാന സമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. CM സെന്ററിന് കീഴിലെ ഖുതുബുൽ ആലം ദഅ്വ കോളേജിൽ പഠനം പൂർത്തിയാക്കിയവർക്കാണ് സനദ് നൽകുന്നത്. സനദ് ദാന സമ്മേളനത്തിന് സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാർത്ഥനയോടെ പ്രാരംഭം കുറിക്കും. KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത സെക്രട്ടറി AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ സ്ഥാനവസ്ത്രം വിതരണം നടത്തും. ലിയാ ഉൽ മുസ്തഫ, സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങൾ മാട്ടൂൽ സനദ് ദാന സമ്മേളനത്തിന് നേതൃത്വം നൽകും. TK അബ്ദുറഹ്മാൻ ബാഖവി സനദ് ദാന സന്ദേശ പ്രഭാഷണം നടത്തും. CM സെന്ററിന് കീഴിൽ നടന്നുവരുന്ന വിശുദ്ധ ഖുർആൻ പാരായണ പദ്ധതിയായ ഹംലത്തുൽ ഖുർആൻ വാർഷികം വൈകുന്നേരം 6:30-ന് ആരംഭിക്കും. പരിപാടിയിൽ സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി കടലുണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ CM സെന്ററിലെ വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന CMC ഫെസ്റ്റ് നടക്കും. 100-ലധികം ഇസ്ലാമിക കലാമത്സരങ്ങളാണ് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കുന്നത്.
2016 ജനുവരി 10 കോഴിക്കോട്ട് നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ സേവനം ചെയ്യാൻ താൽപര്യമുള്ള വളണ്ടിയേഴ്സിന്റെ സംഗമം നാളെ വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലുള്ള SYS ദേവാസൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. സിറ്റിയിലെ SYS SSF സൊഫുവ മെമ്പർമാരും പങ്കെടുക്കണമെന്ന് സ്വാഗത സംഘം ഓഫീസിൽ നിന്ന് അറിയിച്ചു. റഹ്മത്തുള്ള സഖാഫി അളമരം, അബ്ദുൽ നാസിർ സഖാഫി, സക്കീർ കണ്ണംപറമ്പ്, മുല്ലക്കോയത്തങ്ങൾ, കൈരളി അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുക്കും. ലിംഗസമത്വവും മാധ്യമ നൈതികതയും വിഷയത്തിൽ SSF സാംസ്കാരിക വിഭാഗമായ കലാലയം സംഘടിപ്പിച്ച സംവാദം ചൂടേറിയ വാദമുഖങ്ങളാൽ ശ്രദ്ധേയമായി. ജനങ്ങൾക്കിടയിൽ അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ എണ്ണം കുറഞ്ഞുവരികയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. സ്ത്രീകളോടുള്ള വിവേചനം പ്രതിഷേധാർഹമെങ്കിലും ചുംബന സമരം പോലുള്ള ആശയങ്ങൾ സമത്വം കൊണ്ടുവരാൻ പര്യാപ്തമല്ലെന്ന് സാഹിത്യകാരൻ P സുരേന്ദ്രൻ പറഞ്ഞു. സെക്യുലർ ഫണ്ടമെന്റലിസമാണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ ഭീഷണിയെന്നും ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും സിവിക് ചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ മാധ്യമങ്ങൾ എക്കാലവും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും മാധ്യമങ്ങളെ അവഗണിച്ച് ഒരു സമൂഹത്തിനും മുന്നേറാൻ കഴിയില്ലെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി പറഞ്ഞു. ഗുജറാത്തിൽ ഉൾപ്പെടെ വർഗീയ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ടതിൽ മാധ്യമങ്ങളും ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ടെന്നായിരുന്നു O അബ്ദുള്ളയുടെ നിരീക്ഷണം. സമൂഹത്തിന്റെ ധാർമ്മികമായ നിലനിൽപ്പിന് ചില നിയന്ത്രണങ്ങൾ കൂടിയേ തീരുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ ഇന്ന് കാണുന്ന അസമത്വങ്ങളിൽ പലതും സ്വാഭാവികമായുണ്ടായതാണെന്നും അതിൽ മതം ഉത്തരവാദിയല്ലെന്നും വിഷയം അവതരിപ്പിച്ച ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. NM സ്വാദിഖ് സഖാഫി മോഡറേറ്ററായിരുന്നു. കലാലയം ചെയർമാൻ ഫൈസൽ ഹസനി ഉളിയിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി കിനാലൂർ സ്വാഗതവും CK റാഷിദ് ബുഖാരി നന്ദിയും പറഞ്ഞു. S ഷറഫുദ്ദീൻ, M മുഹമ്മദ് സ്വാദിഖ്, K അബ്ദുൽ കലാം, NV അബ്ദുറസാഖ് സഖാഫി, M അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്നേഹറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന പ്രമേയവുമായി SYS സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന മീലാദ് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് പട്ടാമ്പി നഗരം ഒരുങ്ങി. 12 വൈകിട്ട് 5 മണിക്ക് പട്ടാമ്പി കോടതിക്ക് മുന്നിലെ വിശാലമായ മൈതാനത്താണ് മീലാദ് സമ്മേളനത്തിന് വേദിയൊരുങ്ങുന്നത്. സമസ്ത SYS SSF SJM SMA സംസ്ഥാന സാരഥികളും സാദാത്തുക്കളും നേതാക്കളും ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കും. സമ്മേളന വിജയത്തിന് യൂണിറ്റ്, സർക്കിൾ, സോൺ, ജില്ലാ തലങ്ങളിൽ വിപുലവും വൈവിധ്യവുമാർന്ന പ്രചാരണങ്ങൾ നടന്നുവരികയാണ്. പള്ളികൾ, മദ്രസകൾ, ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയവ അലങ്കരിക്കും. പൊതുസ്ഥലങ്ങളും മറ്റും ശുചീകരിച്ചും സേവന പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയും സാമൂഹിക പ്രതിബദ്ധതയുണർത്തുന്നതാകും ക്യാമ്പയിൻ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏക സിവിൽ കോഡ് ഹർജി തള്ളിയ സുപ്രീംകോടതി വിധിയെ സമസ്ത മുശാവറ സ്വാഗതം ചെയ്തു. മടവൂർ CM സെന്ററിൽ മിഷൻ ഓൺ ട്രാക്ക് ഈ മാസം 19 മുതൽ 21 വരെ. സോളാർ കേസ് CD കണ്ടെടുക്കാൻ ബിജുവിനെയുമായി പോലീസ് സംഘം പുറപ്പെട്ടു. CD-യുള്ളത് കോയമ്പത്തൂരിലെന്ന സൂചന. കണ്ണൂർ വിമാനത്താവളം പ്രഖ്യാപിത തീയതിക്ക് ഇനി 21 ദിവസം മാത്രം. പരീക്ഷണ വിമാനമിറക്കൽ നീട്ടാൻ നീക്കം. DGP ജേക്കബ് തോമസിനെതിരെ വിമർശനവുമായി സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ. SYS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിൻ ഉദ്ഘാടനം ഈ മാസം 12-ന്. ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. ലിംഗസമത്വവും മാധ്യമ നൈതികതയും ചൂടേറിയ വാദങ്ങളുമായി കലാലയം സംവാദം. പ്രാപഞ്ചിക സ്നേഹം സൂഫിസത്തിന്റെ അടിത്തറയെന്ന് ഡോക്ടർ എറിക് വെങ്കിൾ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.